പേര് എനറ്റ്. ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്, അപ്പോൾ അതിൻ്റെ ഫ്ലോസൊക്കെ ഉണ്ടാവും, എല്ലാവരും ക്ഷമിക്കുക. പിന്നെ ഞാനിങ്ങനെ വീഡിയോ ചെയ്യാനുള്ളൊരു റീസൺ എന്ന് പറയുന്നത്, ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്ത സമയത്ത് ഞാൻ യൂട്യൂബിലും കാര്യങ്ങളൊക്കെ റെഫർ ചെയ്തപ്പോൾ മലയാളത്തിലുള്ള വീഡിയോസൊന്നും കണ്ടില്ല. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അപ്ലൈ ചെയ്യാൻ. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് കറക്റ്റായിട്ട് അറിയില്ല. പിന്നെ കുറച്ച് പോയ ആൾക്കാരോടൊക്കെ കണക്ട് ചെയ്തിട്ടാണ് ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തത്. ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ചെയ്യുമ്പോൾ അത് ആർക്കെങ്കിലുമൊക്കെ ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ, നല്ല കാര്യമല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എനിക്കെങ്ങനെ വിസ കിട്ടി, എത്ര ദിവസം എടുത്തു, ആപ്ലിക്കേഷൻ ഫീസ്, റിക്വയർഡ് ഡോക്യുമെൻറ്റ്സ്, പിന്നെ ഏതൊക്കെ കൺട്രീസിൽ നമുക്ക് പോവാം, അങ്ങനെയുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ നമുക്കറിയാം, ഷെങ്കൻ വിസ ഉണ്ടെങ്കിൽ നമുക്ക് 27 കൺട്രീസിലോട്ട് ഈ ഒരൊറ്റ വിസ വെച്ചിട്ട് ട്രാവൽ ചെയ്യാം. പിന്നെ ഒരു ഫ്രണ്ട് ചോദിച്ചായിരുന്നു UK ഷെങ്കൻ വിസ ആണെന്നല്ല, UK പോകണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് വിസ എടുക്കണം. പിന്നെ ഞാൻ ഇപ്പോൾ ഒണ്ടാരിയോ പ്രൊവിൻസിലാണ് വർക്ക് ചെയ്യുവാണ്. എൻ്റെ അപ്പോയിൻമെൻറ്റ് വിസ ആപ്ലിക്കേഷൻ സെൻറ്റർ ടൊറൻറ്റോ ആയിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഒണ്ടാരിയോയിലുള്ളവർക്ക് ഒട്ടാവയിലും വിസ ആപ്ലിക്കേഷൻ സെൻറ്റർ ഉണ്ട് ആൻഡ് ടൊറൻറ്റോ. പിന്നെ എനിക്ക് തോന്നുന്നു നമുക്ക് വേറെ ഒരു കൺട്രിയിലെ വിസ ഉണ്ടെങ്കിൽ, ഇപ്പം ഞാൻ കാനഡയിലായ കാരണം എനിക്ക് കനേഡിയൻ വിസ ഉള്ള കാരണം എനിക്ക് തോന്നുന്നു പ്രോസസ്സ് കുറച്ചും കൂടെ സ്മൂത്തായിരിക്കും. കാരണം എനിക്ക് കറക്റ്റ് 3 ദിവസത്തിനുള്ളിൽ എൻ്റെ പാസ്പോർട്ട് സ്റ്റാമ്പ് ചെയ്ത് കയ്യിൽ കിട്ടി. ഞാൻ ഫ്രൈഡേ അപ്ലൈ ചെയ്തു, വെനസ്ഡേ ആയപ്പോഴത്തേക്കും, സാറ്റർഡേ സൺഡേ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ കറക്റ്റ് 3 ദിവസത്തിനുള്ളിൽ നമുക്ക് പാസ്പോർട്ട് സ്റ്റാമ്പ് ചെയ്ത് കയ്യിൽ കിട്ടി. അപ്പം ഞാനങ്ങനെ അസ്യൂം ചെയ്യുകയാണ്, ഓക്കെ മേ ബി കനേഡിയൻ വിസ ഉള്ളത് കൊണ്ടായിരിക്കാം നേരത്തെ കിട്ടിയത്. പക്ഷേ ലാസ്റ്റ് മിനിറ്റിലേക്ക് വേണ്ടി ആരും വെക്കരുത്. അപ്പോയിൻമെൻറ്റൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്, സ്ലോട്ടൊക്കെ പെട്ടെന്ന് ഫില്ലായി പോകും. അപ്പം മാക്സിമം ഓഫ് 3 months ബിഫോർ നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ഏറ്റവും മിനിമം നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നതിനേക്കാളും 15 ദിവസം മുൻപെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്യണമെന്നാണ്. പക്ഷെ ഞാൻ റെക്കമെൻഡ് ചെയ്യുക 15 ദിവസം അത്രയും ബ്ലാഗ് ആക്കി വെക്കേണ്ട. മാക്സിമം നമുക്ക് നേരത്തെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ സേഫ് ആയല്ലോ. നമ്മൾ ഏത് കൺട്രിയിലാണോ ആദ്യമായിട്ട് ലാൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് കൺട്രിയിലാണ് കൂടുതൽ ദിവസം സ്റ്റേ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്, അവിടുത്തെ വിസ ആപ്ലിക്കേഷൻ സെൻറ്ററിൽ വേണം നമുക്ക് പോകാനായിട്ട്. സോ നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ ഡോക്യുമെൻറ്റ്സ് വി നീഡ്. അപ്പോൾ അത്യാവശ്യം കുറച്ച് ഉള്ള കാരണം ഞാനിവിടെ ലിസ്റ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് താഴേക്ക് നോക്കുമ്പം എന്താണെന്ന് വിചാരിക്കേണ്ട. അപ്പോൾ ഫസ്റ്റ് ആൻഡ് മെയിൻ പാസ്പോർട്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ വിസ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കാം, ഐ ഡോണ്ട് നോ, മേ ബി. പിന്നെ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊരു ആപ്ലിക്കേഷൻ ഫോമാണ്. നമുക്കൊന്നെങ്കിൽ അത് ഓൺലൈനായിട്ട് പ്രിൻ്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ പ്രിൻ്റ് എടുത്തിട്ട് ഹാൻഡ് റിട്ടേൺ എഴുതുകയും ചെയ്യാം. എനിക്ക് തോന്നുന്നു നമ്മൾ ഓൺലൈനായിട്ട് ഫില്ല് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ വൃത്തിയായിട്ടുണ്ടാവുക. ആൻഡ് അതിൻ്റെ കൂടെ നമ്മളൊരു ഫോട്ടോ അറ്റാച്ച് ചെയ്യണം. നമ്മുടെ റീസെൻ്റായിട്ട് 3 months എടുത്തൊരു ഫോട്ടോ അറ്റാച്ച് ചെയ്യണം. നമുക്ക് കാനഡയിലുള്ളവർക്കാണെങ്കിൽ ഷോപ്പേഴ്സ് ഡ്രഗ് മാർട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ എടുക്കാം. അതുപോലെ തന്നെ ആ ഫോട്ടോയുടെ ബാക്കിൽ അവർ സ്റ്റാമ്പ് ചെയ്യണം. അതായത് ഷോപ്പേഴ്സിൽ നിന്നാണ് നമ്മൾ എവിടെ നിന്നാണ് എടുക്കുന്നത് അവിടുത്തെ സ്റ്റാമ്പ് ചെയ്യണം. അതിൽ ഡേറ്റും ആ കടയുടെ, നമ്മൾ എവിടെ നിന്നാണ് എടുത്ത ആ കടയുടെ പേരും പ്ലസ് എടുത്ത ഡേറ്റ്, അത് രണ്ടും ഫോട്ടോയുടെ പുറകിൽ വേണം. അതുപോലെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യണം. ഗ്ലൂ ചെയ്യാൻ പറയുന്നുണ്ട്, പക്ഷെ ഞാൻ ഗ്ലൂ ചെയ്യാതെയാണ് കൊടുത്തത്. പിന്നെ നമ്മൾ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ആപ്ലിക്കേഷൻ ഫോമിൽ സിംഗിൾ എൻട്രി ഉണ്ട്, മൾട്ടിപ്പിൾ എൻട്രി ഉണ്ട് ടിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഷോർട്ട് സ്റ്റേസ് എന്ന് പറയുന്നത് 90 days to 180 days ആണ്. അപ്പോൾ മൾട്ടിപ്പിൾ എൻട്രീസ് കൊടുക്കാൻ നോക്കുക. കാരണം സിംഗിൾ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഷെങ്കൻ ഏരിയയിലേക്ക് ഒറ്റ വട്ടം മാത്രമേ എൻട്രി ഉള്ളൂ. പക്ഷെ മൾട്ടിപ്പിൾ എൻട്രി ആണെങ്കിൽ നമുക്ക് ഏത് കൺട്രിയിലേക്ക് വേണമെങ്കിലും എത്ര വട്ടെങ്കിലും മൾട്ടിപ്പിൾ എൻട്രീസ് ഉണ്ട്. അപ്പോൾ അത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ആൻഡ് അനദർ ഇമ്പോർട്ടൻറ്റ് തിങ്, ഒരു കവർ ലെറ്ററാണ്. നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എന്തിനാണ് പോകുന്നത്, അതുപോലെ തന്നെ അവിടെ പോയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, നമ്മളുടെ ഇവിടുത്തെ വർക്ക് ചെയ്യുവാണോ സ്റ്റുഡൻ്റ് ആണോ, ആ കാര്യങ്ങൾ, നമ്മുടെ മന്ത്ലി സാലറി ഒക്കെ നമ്മൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത്യാവശ്യം ഇവിടെ എന്തോരം ഏൺ ചെയ്യുന്നു, ട്രിപ്പിന് പോകുമ്പോൾ എത്ര നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്, അതുപോലെ തന്നെ എവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്, തിരിച്ച് നമ്മൾ ഇങ്ങോട്ട് വരും. സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഞാൻ തിരിച്ച് പഠിക്കാനായിട്ട് ഇങ്ങോട്ട് തന്നെ വരും, അല്ല വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഞാൻ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും. അങ്ങനെ
നമ്മൾ തിരിച്ചിങ്ങോട്ട് വരും അല്ലെങ്കിൽ നമ്മൾ പോകാനുള്ള പർപ്പസിൻ്റെ കാര്യങ്ങളൊക്കെ സ്ട്രോങ് ആയിട്ട് ഒരു കവർ ലെറ്ററിൽ എഴുതി വെച്ചു. പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് അവർ കവർ ലെറ്റർ വാങ്ങിച്ചില്ല. പക്ഷേ എന്നാലും ഞാൻ പറയുകയാണെങ്കിൽ ഒരു ബാക്കപ്പിന് കവർ ലെറ്റർ കയ്യിൽ വെക്കുന്നത് നല്ലതായിരിക്കും. ആൻഡ് പിന്നെ വേണ്ടത്, ഇപ്പോൾ ഹോട്ടലിലാണ് സ്റ്റേ ചെയ്യുന്നതെങ്കിൽ ഹോട്ടൽ റിസർവേഷൻ, അല്ല നമുക്ക് പരിചയമുള്ള ആരുടെയെങ്കിലും വീട്ടിലാണെങ്കിൽ അവരുടെ അഡ്രസ് പ്രൂഫ്, അതുപോലെ തന്നെ നമ്മളുടെ ഫ്ലൈറ്റ് റിസർവേഷൻ, റിട്ടേൺ ടിക്കറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇമിഗ്രേഷനിൽ എത്തുമ്പോൾ അവരെന്തായാലും നമ്മളോട് റിട്ടേൺ ടിക്കറ്റ് ചോദിക്കും. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ കവർ ലെറ്റർ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചില്ല. പക്ഷേ നമ്മൾ ഏത് കൺട്രിയിലേക്കാണോ പോകുന്നത് അവിടുത്തെ നമ്മളെ ഇൻവൈറ്റ് ചെയ്യുന്നത് നമ്മുടെ ഹോസ്റ്റിൻ്റെ ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ, അതായത് നമ്മളെ അയാൾ അവിടേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു എന്ന് കാണിച്ചുകൊണ്ട് അയാൾ എഴുതുന്ന ഒരു ലെറ്റർ. അതിലിതുപോലെ തന്നെ ആളെന്തു ചെയ്യുന്നു, നമ്മളും അയാളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്, നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങൾ, അയാളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ്, ഹിസ് വർക്കിംഗ് ഓർ സ്റ്റഡിയിങ്, മന്ത്ലി സാലറി, ഇപ്പം നമ്മളവിടെ പോയി കഴിഞ്ഞാൽ ആളാണോ നമ്മളെ സ്പോൺസർ ചെയ്യുന്നത്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും വെച്ചിട്ട് ഒരു വൃത്തിയിൽ നല്ല എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ മസ്റ്റാണ്. അത് അവരെന്തായാലും വാങ്ങിക്കും. അതുപോലെ തന്നെ ഇൻവിറ്റേഷൻ ലെറ്റർ വെക്കുമ്പോൾ നമ്മൾ ഹോസ്റ്റിൻ്റെ പാസ്പോർട്ട് അറ്റാച്ച് ചെയ്യണം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ അവിടെ ഒരു മാർച്ച് 30th വരെയാണ് സ്റ്റേ ചെയ്യണമെങ്കിൽ എൻ്റെ ഹോസ്റ്റിനും അത്രയും കാലം അവരുടെ പാസ്പോർട്ട് അല്ലെങ്കിൽ അവരുടെ വിസ അത്രയും കാലം വാലിഡ് ആയിരിക്കണം. മാർച്ച് 30th വരെ വാലിഡ് ആയിരിക്കണം. അല്ലെങ്കിൽ ഹോസ്റ്റിന് എത്ര ദിവസമാണ് അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റുക. അവരുടെ ഫോർ എക്സാമ്പിൾ 28th എക്സ്പയർ ആവുകയാണെങ്കിൽ നമുക്ക് അവർ 28th വരെയുള്ള വിസയെ തരത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ പാസ്പോർട്ടും വാലിഡ് ആയിരിക്കണം. പിന്നെ വേണ്ടുള്ളൊരു കാര്യമാണ് ഹെൽത്ത് ഇൻഷുറൻസ്. അതൊരു മസ്റ്റാണ്. ഹെൽത്ത് ഇൻഷുറൻസിൻ്റെയും വിസ ആപ്ലിക്കേഷൻ ഫോമിൻ്റെയും ലിങ്ക് ഞാൻ അറ്റാച്ച് ചെയ്യാം. ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കണ്ടീഷൻസ് എന്ന് പറയുന്നത് മിനിമം ഓഫ് 30,000 euro കവർ ചെയ്യുന്നതായിരിക്കണം. അതുപോലെ തന്നെ എല്ലാ ഷെങ്കൻ ഏരിയാസും കവർ ചെയ്യുന്നതായിരിക്കണം നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ്. പിന്നെ ഷെങ്കൻ വിസയുടെ പ്രത്യേകത, നമ്മൾ ഡോക്യുമെൻറ്റ്സ് ഇൻ പേഴ്സൺ പോയിട്ട് വേണം സബ്മിറ്റ് ചെയ്യാൻ. ഓൺലൈൻ സബ്മിഷൻ അല്ല. അപ്പം നമ്മുടെ ബയോമെട്രിക്സ് ഒക്കെ നമ്മൾ നേരിട്ട് പോയിട്ട് വേണം എടുക്കാൻ. അപ്പം അവർക്ക് പാസ്പോർട്ട് തിരിച്ച് നമ്മുടെ ലൊക്കേഷനിൽ അയക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു എൻവലപ്പും കൂടെ അറ്റാച്ച് ചെയ്യണം. എക്സ്പ്രസ് പോസ്റ്റ് എൻവലപ്പ് വരും. നമ്മുടെ ഷോപ്പിൻ്റെ ട്രാക്കിംഗ് നമ്പറൊക്കെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചാൽ നല്ലതായിരിക്കും. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് വിസ കിട്ടിയോ ഇല്ലയോ എന്ന് അറിയുന്നത് പാസ്പോർട്ട് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോഴായിരിക്കും. നമുക്ക് ഇമെയിലോ കാര്യങ്ങളോ ഒന്നും വരില്ല. നമ്മൾ പാസ്പോർട്ട് കിട്ടി ഇങ്ങനെ തുറന്ന് നോക്കുമ്പോഴായിരിക്കും വിസ ഉണ്ടോ ഇല്ലയോ എന്നറിയാം. സോ അതുപോലെ തന്നെ നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, അറ്റ്ലീസ്റ്റ് ഒരു 3 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പ്ലസ് വർക്ക് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഒരു 3 മാസത്തെ പേ സ്റ്റബ്. പക്ഷെ എൻ്റെ കയ്യിൽ നിന്ന് പേ സ്റ്റബും അവരെനിക്ക് വാങ്ങിച്ചില്ല, തിരിച്ചു തന്നു. ഇനി നിങ്ങളൊരു എംപ്ലോയി ആണെങ്കിൽ നമ്മുടെ കമ്പനിയിൽ നിന്ന് നമ്മൾ ലീവ് അപ്രൂവ് ആയി എന്നുള്ളതിൻ്റെ ഒരു പെർമിഷൻ ലെറ്റർ, അപ്പം അതൊക്കെ നമ്മുടെ പ്രൂഫാണ്. നമ്മൾ തിരിച്ച് ഈ കൺട്രിയിലോട്ട് തന്നെ തിരിച്ചു വരും, നമ്മൾ ഇവരുടെ കീഴിൽ വർക്ക് ചെയ്യും, അതൊക്കെ പ്രൂഫാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ പ്രോസസ്സ് കുറച്ചും കൂടെ സ്മൂത്താക്കും. പിന്നെ ഒരു എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റ്, ഇന്ന വർഷം തൊട്ട് ഇത്ര ഡേറ്റ് വരെ ഇയാൾ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുവാണ്, അങ്ങനെയുള്ളൊരു എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റ്. പിന്നെ ഒരു ലീവ് പെർമിഷൻ ലെറ്റർ. പിന്നെ ഞാൻ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇൻകം ടാക്സ് ലെറ്ററും കൂടെ ആ ലെറ്ററും കൂടെ വെച്ചായിരുന്നു. കാരണം ഞാൻ ഇത്രയും വർഷം ആയിട്ട് ഇവിടെ ഉണ്ട്, ഇൻകം ടാക്സ് എൻ്റെ ഇതൊക്കെ കറക്റ്റാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് അവരെടുത്തായിരുന്നു. അത് നമ്മുടെ കെയർഡ് ഡോക്യുമെൻറ്റ്സിൽ പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാനതൊരു എക്സ്ട്രാ സേഫ്റ്റിക്ക് വേണ്ടി വെച്ചു. അതവർ അക്സെപ്റ്റ് ചെയ്തു. ഇനി സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ നിന്ന് ഒരു ലെറ്റർ, നിങ്ങളവിടെ ഏത് വർഷമാണ് എൻറോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണോ, ഇപ്പോൾ എന്താ ബ്രേക്കാണോ എന്താണോ, അങ്ങനെ സ്കൂളിൽ നിന്നൊരു ലെറ്റർ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബേസിക്കായിട്ട് ഡോക്യുമെൻറ്റ്സ് ആയിട്ട് വേണ്ടത്. പ്രോസസ്സിങ് ഫീ എന്ന് പറയുന്നത് 80 euros ആണ്. അത് നമ്മുടെ CAD-ലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു 110 CAD അത്രയും വരുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ബേസിക്കായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വലിയ പ്രോസസ്സും കാര്യങ്ങളൊന്നും അല്ല. എല്ലാ ഡോക്യുമെൻറ്റ്സും കറക്റ്റായിട്ട്, ഫിനാൻഷ്യൽ പ്രൂഫ്, റിട്ടേൺ ടിക്കറ്റ്, മെഡിക്കൽ ഇൻഷുറൻസ്, ഐറ്റിനറി, അതുപോലെ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പ്ലാൻ എന്താണ്, അതൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കാൻ നല്ലതായിരിക്കും. കാരണം നമ്മൾ
അപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ നമ്മളോട് അവർ ഒരു ഫ്യൂ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ ഇത് ഒന്ന് പറഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ നമ്മളവിടെ ആരെ വിസിറ്റ് ചെയ്യാനാണ് പോകുന്നത്, അവരായിട്ടുള്ള റിലേഷൻ, അവരവിടെ എന്താ പഠിക്കുന്നത്, അതൊക്കെ ഒന്ന് അറിഞ്ഞ് വെക്കുന്നത് നല്ലതായിരിക്കും. സോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞാൻ കുറച്ച് നെർവസ് ആയിരുന്നു. എൻ്റെ ആദ്യത്തെ വീഡിയോ കാരണം അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല. സോ എനിവേസ് ദാറ്റ്സ് ഇറ്റ്. I hope this will be helpful for you guys. So ഷെങ്കൻ കൺട്രീസിലോട്ടൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.